വാർത്തകൾ വിശദമായി നോക്കാം. ഇറാനിൽ 7ാം ദിവസവും അതിശക്തമായ ആക്രമണം തുടർന്ന് US സിറിക്, ബന്ദർ അബ്ബാസ്, ബുഷേഹർ മേഖലകളിലാണ് ആക്രമണം നടന്നത്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചാണ് 7ാം ദിവസവും ആക്രമണം തുടർന്നത്. ഇറാൻ തുറമുഖങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഉപരോധവും US സെൻട്രൽ കമാൻഡ് ശക്തമാക്കി. ഹോർമുസ് കടക്കാനെത്തിയ 4 കപ്പലുകളിൽ തടഞ്ഞതായി IRGCയും അവകാശപ്പെടുന്നു. ഈ വാർത്തയുടെ വിവരങ്ങൾ ഐസൺ ജോസ് നൽകും. ഐസൺ, ഇപ്പോൾ ഇറാനിൽ 7ാം ദിവസവും അതിശക്തമായ ആക്രമണം തുടർന്നിരിക്കുകയാണ് US. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? അക്ഷയ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 7ാം ദിവസവും അതിരൂക്ഷമായ ആക്രമണം തന്നെയാണ് ഇറാനിൽ അമേരിക്ക തുടരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബന്ദർ അബ്ബാസ്, ബുഷേഹർ മേഖലകളിലും അതുപോലെ സിറിക് എന്ന് പറയുന്ന മേഖലയിലുമെല്ലാം തന്നെയാണ് അതിരൂക്ഷമായ ആക്രമണം നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹോർമുസിലെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ഇടനാഴിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ ആക്രമണം നടത്തി ഇറാന്റെ പ്രതിരോധത്തിനുള്ള അല്ലെങ്കിൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ തകർത്ത് ആക്രമിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഇല്ലാതാക്കുക, പ്രത്യേകിച്ച് ഹോർമുസ് സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കടുത്ത നടപടികൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് അതിശക്തമായി തുടരുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 7ാം ദിവസവും ഈ ആക്രമണം തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. മറ്റൊരു നിർണായകമായ വിവരം US സെൻട്രൽ കമാൻഡിൽ നിന്നും ലഭിക്കുന്നത് അതിശക്തമായി ഇറാന്റെ തുറമുഖങ്ങളിലേക്ക് ഏർപ്പെടുത്തിയ ഉപരോധവും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുവെന്നാണ്. ഉപരോധം അതിശക്തമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ 4 കപ്പലുകൾ തിരിച്ചയച്ചതായും 2 കപ്പലുകൾ തടഞ്ഞതായും അറിയിക്കുന്നുണ്ട്. അത് ഒരു കപ്പൽ തകർത്തു എന്ന് തന്നെ, അല്ലെങ്കിൽ ഒരു കപ്പലിനെ ആക്രമിച്ചു എന്ന് തന്നെ വളരെ കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു കപ്പൽ ശക്തമായ സൈനിക നടപടിയിലൂടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നും US സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നുണ്ട്. കപ്പലുകൾക്ക് നേരെ ശക്തമായ നടപടി ഇനിയും തുടരുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അതിശക്തമായ ആക്രമണം, വ്യോമാക്രമണവും അതുപോലെ തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളെല്ലാം തന്നെ അതിരൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പുലർച്ചെ 12:30 ഇന്ന് പുലർച്ചെ 12:30 1 മണിയോടുകൂടി വീണ്ടും ആക്രമണം നടക്കുകയായിരുന്നു. ഇത്തരത്തിൽ ശക്തമായ ആക്രമണം നടത്തി ഇറാന്റെ ബന്ദർ അബ്ബാസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തി ഇറാനെ ദുർബലമാക്കുക എന്ന നീക്കം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നതെന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അതേസമയം IRGCയും ചില നടപടികൾ സ്വീകരിക്കുന്നതായി ചില അറിയിപ്പുകൾ പുറത്തു വരുന്നുണ്ട്. IRGC അറിയിക്കുന്നതനുസരിച്ച് 4 കപ്പലുകൾക്ക് നേരെ 4 കപ്പലുകൾക്ക് നേരെ IRGC നടപടി സ്വീകരിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഹോർമുസ് കടക്കാനെത്തിയ 4 കപ്പലുകളെ തിരിച്ചയച്ചു എന്നൊരു അവകാശവാദമാണ് ഔദ്യോഗികമായി തന്നെ IRGCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സംഘർഷം അതിരൂക്ഷമാവുകയും ശക്തമായ സൈനിക വിന്യാസവും അധിക സൈനിക വിന്യാസവും US മേഖലയിൽ നടത്തുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങാനും ഒരു അതിശക്തമായ ആക്രമണത്തിന്റെ സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. അക്ഷയ.